മന്നാൻ എന്ന് പറയുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് പാണ്ഡ്യ സാമ്രാജ്യം കേന്ദ്രീകരിച്ചാണെന്നൊരു വിശ്വാസമുണ്ട്. അവിടെ തന്നെ ചെറിയ നാട്ടുരാജ്യം ഭരിച്ച ഒരു സമൂഹമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഈ സമൂഹത്തെ മന്നാൻ എന്ന് വിളിക്കുന്നത്. തമിഴ് പദത്തിലുള്ള മന്നൻ എന്ന ഒരു ചൊല്ലിൽ നിന്നും പരിവർത്തനമായ ഒരു ചൊല്ലാണ് മന്നാൻ എന്നുള്ളത്. അതാണ് കേരളത്തിൽ ഇന്ന് മന്നാൻ സമുദായമായി ഞങ്ങളുടെ സമൂഹങ്ങൾ ജീവിക്കുന്നത്. മന്നാർ സമുദായത്തിൻ്റെ ആസ്ഥാനമായി ഇന്ന് കരുതപ്പെടുന്നത് കോവിൽമലയാണ്. കോവിൽമല എന്നുള്ളത് 1970 കാലഘട്ടം മുതൽ ഉള്ള ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ. നിരവധി തവണ മന്നാൻ സമുദായത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, കുടിയേറ്റ ജനവിഭാഗത്തിൻ്റെ എല്ലാം വരവോടുകൂടി അവരുടെ സ്വന്തം നിലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവർ മുൻകാലങ്ങളിൽ താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്നോ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 1970 കാലഘട്ടങ്ങളിൽ രാജാവും ഒരു 100ഓളം വരുന്ന കുടുംബാംഗങ്ങളെല്ലാം മാറി താമസിച്ച ഒരു സാഹചര്യത്തിലാണ് കോവിൽമലയിലേക്ക് അവർ എത്തപ്പെട്ടത്. അന്ന് മുതൽ രാജാവും ദേവിയുടെ പ്രതിബിംബമായ ക്ഷേത്രവും അവിടെ നിർമ്മിച്ചതിന് ശേഷം കോവിൽമലയാണ് അന്ന് മുതൽ ഇന്ന് വരെ മന്നാൻ സമുദായത്തിൻ്റെ ആസ്ഥാനമായി കരുതപ്പെടുന്നത്. മന്നാൻ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഈ സമുദായത്തിനുള്ളിൽ രാജാവും വേണ്ടപ്പെട്ട ഭരണാധികാരികളും രൂപപ്പെടുത്തിയതാണ് 4 മന്നാൻ 9 കണി ചട്ടം. ആ ഒരു നിയമവും ചട്ടവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിർവഹിക്കുകയുണ്ടായി. രാജാവ് തുടക്കം തന്നെ ഏതൊരു വിഷയത്തിലും ഇടപെടാൻ പാടില്ല. അതിനായി ചുമതലപ്പെടുത്തിയതാണല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള നിരവധി ഭരണാധികാരികൾ. അപ്പോൾ ഓരോ വിഷയത്തിലും ആര് ആദ്യം ഇടപെടണമെന്ന ഒരു വ്യക്തമായ ഒരു വ്യവസ്ഥ ഈ സമുദായത്തിനുള്ളിലും ഈ ചട്ടത്തിനുള്ളിലും ഉണ്ട്. അതിൽ അവസാനമായിരിക്കും രാജാവ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ രാജാവിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഇവരെല്ലാം ഇത് വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടോ നിർവഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അത് നേരാവണ്ണം ചെയ്യാത്ത മുറയ്ക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട ആജ്ഞകളും നൽകുക എന്നുള്ളതാണ് രാജാവിൻ്റെ മുൻകാലത്തെ ഒരു പ്രവർത്തനം. ഇന്ന് അത് മാറി ആചാര വിശ്വാസപരമായ കാര്യങ്ങൾ അതേവണ്ണം നമ്മൾ നിർവഹിച്ചു പോയാലും നമ്മുടെ നിയമവും ചട്ടവും ഈ ഒരു കാലഘട്ടത്ത് അത് നമ്മൾ ജനാധിപത്യ സംവിധാനം നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രയോഗിക്കാറില്ല. മറിച്ച് ഗവൺമെൻറ്റിൽ നിന്നും ഈ കാലഘട്ടത്തെ ഗവൺമെൻറ്റിൽ നിന്നും നമ്മുടെ ജനസമൂഹത്തിന് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രാജാവിൻ്റെ ഈ കാലത്തെ ഒരു പ്രവർത്തനം. അതിനുവേണ്ടി ഈ സംവിധാനത്തിൻ്റെ മറ്റിതര ഭരണാധികാരികളുടെ എല്ലാം സഹായവും സേവനവും കൂടെ നമ്മൾ ഇതിലേക്ക് പ്രയോജനപ്പെടുത്തും. ഞാൻ 16ാമത് രാജാവെന്നാണ് സമൂഹത്തിലെ പ്രധാനപ്പെട്ടവരെല്ലാം പറയാറ്. ആദ്യത്തെ രാജാവ് എന്നുള്ളത് വീരൻ ദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് ആരൊക്കെയാണ് എന്ന ഒരു വ്യക്തമായ ഒരു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അതേസമയം അതിനിടയിലുള്ളത് വരട്ടുനായൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അതൊരു കഥ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജാവിൻ്റെ പേരും കൂടെ അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് അരിയാൻ രാജമന്നാൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് തേവൻ രാജമന്നാൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് അതും നായൻ രാജമന്നാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിന് മുമ്പുണ്ടായിരുന്നത് പെരിയാൻ നായൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത്രയാണ് നമുക്ക് പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാവുന്ന രാജാക്കന്മാരുടെ പേരുകൾ. 35ഓളം ഉപജാതി ഈ സമൂഹത്തിനുള്ളിലുണ്ട്. അതിൽ പ്രത്യേകമായ ഒരു ഉപജാതിയിൽപ്പെട്ട ആളുകളായിരിക്കും രാജകുടുംബവുമായി നിലകൊള്ളുക. അതിനെ വലിയ കുണാകുടി എന്നാണ് ആ ഉപജാതിയെ പറയുന്ന പേര്. അപ്പോൾ വലിയ കുണാകുടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ രാജാവാകാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. നിലവിലുള്ള രാജാവ് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉപജാതിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരിമാരായ
സഹോദരിമാരുടെ മക്കൾക്കായിരിക്കും അടുത്ത രാജാവാകാനുള്ള അവകാശം. അതിൻ്റെ കാരണമെന്നുള്ളത് ഈ ഉപജാതികൾ കൈമാറി വരുന്നത് സ്വാഭാവികമായിട്ടും മന്നാൻ സമുദായത്തിൽ അമ്മ വഴിയായിരിക്കും. അമ്മ ഏത് ഉപജാതിയിൽപ്പെട്ടതാണോ മക്കൾ സ്വാഭാവികമായിട്ടും ആ ഉപജാതിയിലുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇത് മരുമക്കത്തായ വ്യവസ്ഥയിൽ വരുന്നത്. സമുദായത്തിലെ എല്ലാ രീതിയിലുമുള്ള അധികാരങ്ങളെല്ലാം കൈമാറേണ്ടതും മരുമക്കത്തായ വ്യവസ്ഥയിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ അവകാശിയെ കണ്ടെത്തുവാനുള്ള ചർച്ചകൾ മരണപ്പെട്ട രാജാവിൻ്റെ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് തന്നെ രാജാവിൻ്റെ കീഴിലുള്ള ഭരണാധികാരികളും ഈ ഉപജാതിയിലുള്ള രാജകുടുംബത്തിലുള്ള പ്രധാനികളും കൂടെ ഇരുന്ന് അടുത്ത രാജാവിനെ കണ്ടെത്താനുള്ള ഒരു ചർച്ച നടത്തും. സ്വഭാവം കൊണ്ടും ആളുകളുമായുള്ള ഇടപെടൽ എല്ലാം നയിച്ചുകൊണ്ട് പോകാനുള്ള പക്വത, ഇതെല്ലാം മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ടായിരിക്കും അടുത്ത രാജാവിനെ അവർ കണ്ടെത്തുക. അതൊരു വോട്ടിംഗ് ഒന്നുമില്ല. ഭൂരിപക്ഷം, പ്രത്യേകിച്ച് ഈ കീഴ്ഘടകങ്ങൾ കൂടുതലും ആരോടാണ് താല്പര്യം കാണിക്കുന്നത്, ഉപരാജാക്കന്മാർ, ഇളയരാജാവ്, മന്ത്രിമാർ, ഇവരെല്ലാം മരുമക്കളിൽ ആരാണോ കേമനെന്ന് കൂടുതലും വിലയിരുത്തുന്നത് അയാളെ ആയിരിക്കും രാജാവാക്കുവാനുള്ള സാധ്യത കൂടുതൽ. മരണപ്പെട്ട രാജാവിൻ്റെ ശവസംസ്കാര ചടങ്ങ് അടുത്ത ദിവസം നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളെ കണ്ടെത്തുകയും ഈ കണ്ടെത്തുന്ന നിയുക്ത രാജാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും, പങ്കാളിത്തത്തിലായിരിക്കും മരണപ്പെട്ട രാജാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം നിർവഹിക്കുക. സംസ്കാര ചടങ്ങെല്ലാം നിർവഹിച്ചതിന് ശേഷം അടുത്ത ഉത്സവത്തോടനുബന്ധിച്ചായിരിക്കും ഈ പുതുതായി കണ്ടെത്തിയ നിയുക്ത രാജാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ്. രാജാവ് താമസിക്കുന്ന അവിടെ തന്നെ സിംഹാസനം എന്ന് കണക്കാക്കുന്ന കൊയ്മക്കട്ടളയുണ്ട്. അപ്പോൾ അങ്ങനെ രാജാവിനെ അമർത്തേണ്ട കൊയ്മക്കട്ടളയിൽ അന്ന് അമർത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിക്കുക. അപ്പോൾ അന്ന് രാവിലെ തന്നെ രാജാവിനെ കുളിപ്പിച്ച് വസ്ത്രധാരണമെല്ലാം അണിയിക്കാൻ പാകത്തിനുള്ള ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉണ്ടാവും. ഇടാടൻ എന്നാണ് ആ മന്ത്രിയുടെ സ്ഥാനപ്പേര്. അപ്പോൾ ഇടാടൻ കാണി നിയുക്ത രാജാവിനെ രാജകീയമായ വേഷം അണിയിച്ച് കൊടുത്ത് കാപ്പും മറ്റുമെല്ലാം അണിയിച്ച് തലപ്പാവെല്ലാം വെച്ച് കൊടുത്ത് ആ മുറിയിലേക്ക് കൊണ്ടുവരികയും അവിടെ വന്ന് വേണ്ടപ്പെട്ട ഭരണാധികാരികൾ പ്രാർത്ഥന നടത്തും. പുതിയതായി തിരഞ്ഞെടുക്കുന്ന കണ്ടെത്തിയ രാജാവിനെ ഉൾക്കൊള്ളണമെന്നും യാതൊരുവിധ ആപത്തും അപകടവും ഉണ്ടാവാൻ പാടില്ല എന്നെല്ലാം ഉള്ള ഒരു പ്രാർത്ഥന അവർ സ്വാഭാവികമായിട്ട് അവിടെ നടത്തും. അങ്ങനെ നടത്തിയതിന് ശേഷം ഈ ഇടാടൻ കാണി രാജാവിനെ ആ കട്ടിലേക്ക് അമർത്തും. അതിലമർന്നതിന് ശേഷം ഔദ്യോഗികമായി രാജാവായി വാഴിക്കപ്പെട്ടതായി കണക്കാക്കും. അവിടെ വെച്ച് തന്നെ കീഴ്ഘടകത്തിലുള്ള ഭരണാധികാരികൾ പുതിയ രാജാവിൻ്റെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങും. പ്രജകൾക്കും അനുഗ്രഹം വാങ്ങാം. ഈ രാജകുടുംബത്തിൽ രാജാവാകാൻ ആൺസന്തതികളില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീജനങ്ങൾക്ക്, അതേ കുടുംബത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് ആ അധികാരം കൈയാളാനുള്ള അവകാശമുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഈ സിംഹാസനത്തിൽ അമർത്തുന്ന ഒരു രീതി ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഒരു നിശ്ചിത പ്രായത്തിലുള്ള പെൺകുട്ടികളായുള്ളവരെ അങ്ങനെയുള്ള സിംഹാസനങ്ങളിൽ അമർത്താൻ കഴിയില്ല. പ്രായമായവരാണെങ്കിൽ അതിന് അവകാശമുണ്ടാവും. അങ്ങനെ സ്ത്രീകൾക്ക് ഈ ഒരു പദവി അലങ്കരിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ഈ മന്നാൻ സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ രാജഭരണത്തിനെ സഹായിക്കാനായി 4 ദേശം കേന്ദ്രീകരിച്ച 4 ഉപരാജാക്കന്മാരുടെ പ്രവർത്തനമുണ്ടാവും. പക്ഷേ ഈ ഭരണത്തെ 3ആയിട്ടാണ് സത്യത്തിൽ തിരിച്ചിരിക്കുന്നത്. അതായത് 3 ഭരണപ്രദേശമായി. 4 ദേശമുണ്ടെങ്കിലും അതിനെ 3ആയിട്ടാണ് ഭരിക്കുവാനായി തിരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാന ദേശമാണ് രാജാവ് നിലകൊള്ളുന്ന ആയിരപ്പെരുങ്കുട എന്ന് പറയുന്ന ഒരു ദേശം. അതായിരിക്കും ഈ ഭരണകൂടത്തിൻ്റെ പ്രധാന കേന്ദ്രം. ആയിരപ്പെരുങ്കുടയിലാണ് ബാക്കി 2 ഉപരാജാക്കന്മാർ വരുന്നത്. ഒന്ന് കെഞ്ചിരമണിയാറിനും മറ്റൊന്ന് തലമ്പല മൂപ്പനും. അതുപോലെ തന്നെയാണ് തെക്ക് ദേശം, രണ്ടാമത്തെ ഒരു ഭരണപ്രദേശം. അവിടെ ചിന്ത്രാണ്ടി മൂപ്പൻ എന്ന മൂപ്പനായിരിക്കും അവിടുത്തെ പ്രധാനി. അതേസമയം അദ്ദേഹത്തെയും കൂടെ സഹായിക്കാനായിട്ട് അവിടെ 5ഓളം വരുന്ന മന്ത്രിമാരുണ്ടാവും. കൂടാതെ ഇപ്പം നിലവിൽ അവിടെ വാത്തി എന്ന് പറയുന്ന, അങ്ങോട്ടും തെക്ക് ദേശത്തേക്കും വാത്തി എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. കൂടാതെ പൊന്നും പൂജാരിയും ആ ഒരു തെക്ക് ദേശത്തുണ്ടാവും. തെക്ക് ദേശം എന്നുള്ളത് നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ കുമ്മളി ഈ മേഖലയാണ് നമ്മൾ തെക്ക് ദേശമായി ഉദ്ദേശിക്കുന്നത്. അതിനായി ഒരു സമുദായത്തിനുള്ളിൽ തന്നെ കരുതപ്പെടുന്ന ഒരു
അതിരുണ്ട്. ആ അതിരിൻ്റെ മുകളിലേക്ക് തെക്ക് ദേശമായി നിലകൊള്ളും. പിന്നെ ഉള്ളത് മലനാട്ട് മലയാണ്. അത് നമ്മുടെ അടിമാലി മേഖലയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കല്ലാർകുട്ടി ആ ഒരു കല്ലാർകുട്ടി പുഴയ്ക്ക് അക്കരെ വശമാണ് മലനാട്ട് മലയായിട്ട് കരുതപ്പെടുന്നത്. അവിടുത്തെ പ്രധാനി എന്നുള്ളത് മണപ്പാടനാണ്. മണപ്പാടനും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അവിടെയും 5ഓളം വരുന്ന കാണിക്കാരന്മാരുണ്ടാവും. അങ്ങനെ ഈ ഭരണത്തെ 3ആയി തിരിച്ചുകൊണ്ടാണ് മന്നാൻ സമുദായത്തിൻ്റെ പ്രവർത്തനം പോകുന്നത്. ഉപരാജാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് തുല്യമായ അധികാരമാണ്. പുതിയ രാജാവിനെ സ്ഥാനാരോഹണം ചെയ്യുന്ന ഒരു വേളയിൽ കോയ്മക്കട്ടലിൽ അമർത്തിയാണല്ലോ സ്ഥാനാരോഹണം ചെയ്യുന്നത്. രാജാവിൻ്റെ അതേ കട്ടിലിൽ അമരാനുള്ള അവകാശമുള്ളത് 1 കിഞ്ചില മണിയാറൻ, 2 ചിന്തരാണ്ടി മൂപ്പൻ, 3 തലമ്പല മൂപ്പൻ, 4 മണപ്പാടൻ. ഇങ്ങനെ 4 പേരും പിന്നെ രാജാവും കൂടെ ഉൾപ്പെടെ 5 പേർക്ക് മാത്രമേ ഈ കോയ്മക്കട്ടലിൽ രാജാവിൻ്റെ വസതിയിലുള്ള രാജാവ് അമരുന്ന ആ കോയ്മക്കട്ടലിൽ കയറി ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. തൊട്ട് താഴെ വേറൊരു രണ്ടാമതൊരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ അമരേണ്ടത് ഇളയരാജാവ്, പിന്നെ കടാട് കൂമ്പലാൻ, ആനക്കാടൻ, ഇങ്ങനെയെല്ലാം ഉള്ള ചില മന്ത്രിമാരൊക്കെ ആയിരിക്കും അതിലമരുക. പിന്നെ അതിന് കീഴോട്ട് താഴെ വേറൊരു കട്ടിലുണ്ട്, മൂന്നാമതൊരു കട്ടിൽ. അതിൽ കട്ടത്തോപ്രാൻ, ചാടമ്പുറമ്പിലെ കണ്ടമൈക്കിടാടൻ, വരക്കൂരാളൻ, ഇങ്ങനെയെല്ലാം ഉള്ള ചില മന്ത്രിമാരുണ്ടാവും. അവരായിരിക്കും ആ കട്ടിലിൽ അമരേണ്ടത്. ഇളയരാജാവ് അതൊരു ഉപരാജാവല്ല. ഉപരാജാവന്മാരുടെക്കാളും താഴെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധികാര ശൃംഖലയിൽ നിൽക്കുന്നത്. പൊതുവെ പട്ടികവർഗ സമൂഹങ്ങളിൽ ഒരു ഊരിനെ ആളുന്ന പ്രധാനിയെ കാണി എന്നാണ് വിശേഷിപ്പിക്കാറ്. അത് ആ പദവിയുടെ ഒരു പേരാണ്. അത് പൊതുസമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രിമാരെന്ന വിശേഷണം അവർക്ക് നൽകുന്നത്. അപ്പം ഈ സംവിധാനത്തിലും രാജാവിൻ്റെ കീഴിൽ ഇതുപോലെ ഊരിനെ ഓരോരോ പ്രദേശത്തിൻ്റെ ഉടമകളായി രാജാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കാണിമാരായിട്ട് ഈ സമുദായത്തിലുമുണ്ട്. പ്രധാനമായി 9 മന്ത്രിമാർ അല്ലെങ്കിൽ 9 കാണിയാണ് മന്നാൻ സമുദായത്തിലുള്ളത്. അതിനുപരി ആയിരപ്പെരുങ്കുടയിലും അതുപോലെ തന്നെ തെക്ക് ദേശത്തും വടക്ക് ദേശമായ മലനാട്ട് മലയിലും അവിടെയുള്ള ഉപരാജാക്കന്മാരെ സഹായിക്കുവാനുമായി നിരവധി മന്ത്രിമാർ ഇതിനുപരി ഉള്ളതുമാണ്. മന്നാൻ സമുദായത്തിൽ അല്ലെങ്കിൽ ഈ രാജഭരണത്തിൽ രാജാവിൻ്റെ അധീനതയിലുള്ള ഇത്രയും ഭരണപ്രദേശത്തെ 42 നാടുകളായി തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ്. അപ്പം ഇങ്ങനെ തിരിച്ചേക്കുന്നതിൽ ഭൂരിപക്ഷവും ഉപനാടുകളെല്ലാം ഓരോരോ മന്ത്രിമാരുടെ, അതായത് കാണിക്കാരന്മാരുടെ, അവരുടെ അവകാശത്തിൽപ്പെട്ട രാജ്യങ്ങളായി, ചെറിയ നാടുകളായി ആണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതാത് പ്രദേശത്തെ അല്ലെങ്കിൽ നാടിൻ്റെ അധിപനായി നിലകൊണ്ടുകൊണ്ട് ആ ദേശത്തിൽ കഴിയുന്ന നമ്മുടെ സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്വം. ഈ കാണിയെ സഹായിക്കാനായിട്ട് ഏകദേശം ഒരു 13 പേരോളം അടങ്ങുന്ന ഒരു ഊരാള സമിതി ഈ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കും. അവരാണ് ഒരു ഊരിൽ സംഭവിക്കുന്ന ഏതൊരു വിഷയത്തിലും ആദ്യം ഇടപെടാനുള്ള പ്രധാന ഒരു സമിതിയായി പ്രവർത്തിക്കുക. മന്നാൻ സമുദായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഒരുപാട് ഉപജാതികളെ കാണാം. ഈ ഉപജാതികളെ 2ആയിട്ട് തിരിക്കുകയും കൂടെ ചെയ്യും. അങ്ങനെ 35 ഉപജാതിയാണ് മന്നാൻ സമുദായത്തിലുള്ളത്. അതിൽ 15 ഉപജാതികളെ പൊതുവെ പനിക്കുടി എന്ന് പറയും. ബാക്കി 20 ഉപജാതികളെ പൊതുവെ അരവക്കുടി എന്നും പറയും. അതിന് സമുദായത്തിനുള്ളിൽ പറയുന്നത്
അരവ് 5000 25 പനിക്കുടി എന്നാണ് പറയുന്നത്. അതൊരു ചൊല്ല് മാത്രമാണ് എന്ന് കരുതി അരവക്കുടി 5000 എന്നോ പനിക്കുടി 25 എന്നല്ല. അതൊരു കാലഘട്ടം മുതൽ ഒരു കാലഘട്ടം മുതൽ നമ്മുടെ സമുദായത്തിനുള്ളിൽ ഉള്ള ഒരു ചൊല്ലാണ് അരവ് 5000 25 പനിക്കുടി എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ 15 പനിക്കുടിയും 20 അരവക്കുടിയുമാണ് ഉള്ളത്. അരവക്കുടി എന്നുള്ള ശൃംഖലയിൽ 20ഓളം വരുന്ന ഉപജാതികളുണ്ടാവും. ഈ 20ഓളം വരുന്ന ഉപജാതിക്ക് തലവൻ എന്ന ഒരു അർത്ഥം കണക്കാക്കപ്പെടുന്നത് വരക്കൂരാളിയൻ എന്ന സ്ഥാനം കൈയാളുന്ന ഭരണാധികാരിക്കാണ്. അപ്പം ഈ അരവക്കുടിയാർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് അവരെ ശിക്ഷിക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ശിക്ഷ പ്രഖ്യാപിക്കാനുള്ള ഉന്നതനായ അധികാരി എന്നുള്ളത് വരക്കൂരാളിയനാണ്. അപ്പം ഇങ്ങനെ ഈ രണ്ട് വിഭാഗത്തിനും രണ്ട് പ്രധാനികൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഈ നിയമവും ചട്ടത്തിലുമാണ് ഇവർക്ക് ഈ അധികാരം നൽകുന്നത്. അതായത് 4 മന്നാൻ 9 കാണി ചട്ടത്തിലാണ് ഇവർക്ക് ഈ അധികാരം നൽകുന്നത്. അതുപോലെ തന്നെ അരവക്കുടി എന്നുള്ളത് 25ഓളം വരുന്ന ഉപജാതികൾ കൂടിച്ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ പ്രധാനമായ സ്ഥാനമാനങ്ങളെല്ലാം കൈയാളുന്നതും ഈ പനിക്കുടി വിഭാഗത്തിലുള്ളവർ തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം രാജാവ്, ഇളയരാജാവ്, ഉപരാജാക്കന്മാർ, പൊന്നും പൂജാരി, വാത്തിമാർ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു പ്രധാന അധികാരങ്ങളെല്ലാം കൈയാളുന്നതും ആ സ്ഥാനമാനങ്ങളിൽ വരുന്നതെല്ലാം പനിക്കുടി വിഭാഗത്തിലുള്ള ഉപജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. അപ്പം ഇതിനായിട്ടൊരു തലവൻ എന്ന ഒരു കാണി സമുദായത്തിനുള്ളിൽ ഉണ്ടാവും. അതിനെ കടാട് കൂമ്പലാൻ എന്നാണ് ഈ സ്ഥാനപ്പേര്, ആ അധികാരിയുടെ സ്ഥാനപ്പേര് പറയുന്നത്. ഈ 15ഓളം വരുന്ന ഉപജാതിയിൽപ്പെട്ട നമ്മുടെ സമുദായങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ശിക്ഷകൾ നൽകാനുള്ള അവകാശവും അദ്ദേഹത്തിന് ഉണ്ടാവും. ഈ 15 ഗ്രൂപ്പിലുള്ള പനിക്കുടിയാരും 20ഓളം വരുന്ന അരവക്കുടിയാരും പരസ്പരമായിരിക്കണം ഇവർ വിവാഹം കഴിക്കാൻ. ഒരേ ഗ്രൂപ്പിലുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ലെന്നൊരു കർശന നിർദ്ദേശം, നിബന്ധന ഉള്ളതാണ്. അത് നമ്മളായി രൂപപ്പെടുത്തിയതല്ല, അത് ദൈവികമായ ഒരു ഇടപെടലിലൂടെ സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചോ സാഹചര്യം കൊണ്ടോ ഒരേ ശൃംഖലയിലുള്ള ഉപജാതികൾ പരസ്പരം അവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ ദൈവകോപങ്ങൾ ഉണ്ടാവാറുണ്ട്.